മയ്യത്താണ് വരുന്നത്. ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന പാലാണ് ഒലിച്ചു പോയത്. ഇപ്പോൾ JCBന്റെ കൊട്ട ഉപയോഗിച്ച് ആൾക്കാർ വലിക്കുകയാണ്. JCBന്റെ കൊക്കമ്മക്കാണ് റോപ്പ് കെട്ടിയത്. മയ്യത്താണ് ഈ പോണത്. ഇനിയും മയ്യത്ത് കടത്താണ്ട്. പാലം വഴി മയ്യത്ത് കടത്താൻ ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടാണ് റോപ്പ് വഴി കടത്തുന്നത്. JCB ആണ് റോപ്പ് പൊക്കി പിടിക്കുന്നത്. ഇനിയും കുറെ മയ്യത്ത് കടത്താണ്ട്. അവിടെ കാണുന്നതൊന്നല്ല മക്കളെ. എന്താ അല്ലേ വെച്ചോ. ഓക്കെ എടുക്കാം. പ്ലാവല്ലത് പ്ലാവ് ഇത്രയും വലിയ സാധനം. അങ്ങനത്തെ എന്താ തോന്നുന്നല്ലേ. കാട്ടുന്ന് പോകുന്നതായിരിക്കും. കാണാൻ പറ്റില്ല. ചെരുപ്പുകളും വീടുകളും മക്കളെ വല്ലാത്തൊരു രോഗം തന്നെയാണ് റബ്ബേ. കൈ കൊടുക്കുന്നു. ദുരന്ത ഭൂമി മക്കളെ, ദുരന്ത ഭൂമി. നോക്കി പോയിക്കാം. ഒരു മീഡിയയിലും വരാത്ത കാഴ്ചയാണ് നമ്മളിപ്പം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാഴ്ചകൾ വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. വയനാട്ടിൽ എനിക്ക് ഒരുപാട് ബേക്കറി സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒന്ന് രണ്ട് പേരെ എനിക്ക് കാണാതെ എനിക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിച്ചപ്പോൾ എനിക്കൊരു ഉദ്യോഗമായിരുന്നു. പിന്നീട് വോയിസിലൊരു മെസ്സേജ് തന്നിരുന്നു, ഞാൻ സുരക്ഷിതരാണ്, എൻ്റെ കുടുംബവും ഒരു കുഴപ്പമൊന്നുമില്ല, അടുത്തുകൂടെ തന്നെ പൊട്ടിപ്പോയി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ചാലിയാർ പുഴ ഉരുൾപൊട്ടലെ കൊണ്ട് കലങ്ങി മറിഞ്ഞ് പോകുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ വയനാട്ടിലെ റോഡും താഴ്ന്നു, പാലവും താഴ്ന്നു, എല്ലാ കാര്യങ്ങളും അവിടെ തകർന്ന് അരിപ്പണമായിട്ട് സുഹൃത്തുക്കൾ പറഞ്ഞ് കാണിച്ചിട്ട് അടുത്തുവിട്ട ആൾ മൊയ്തീൻക്ക് ആ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കായി അപ്പുറത്താണ് ഇവിടുത്തെ കാര്യങ്ങൾ. TV-യിൽ കാണുന്നതൊന്നുമല്ല. TV-കാരൊന്നും ഇങ്ങോട്ട് വിടുന്നില്ല. ഇതാണ് ക്ലാസ് മുറിയുടെ അവസ്ഥ. അപ്പുറത്തേക്ക് അങ്ങോട്ട് 7 ക്ലാസ് മുറി ഉണ്ട്. 7 ക്ലാസ് മുറി അടിഞ്ഞു കൂടിയിട്ടുള്ളത്. ഇതിന്നാണ് ഇപ്പോൾ നമുക്ക് 5-6 മയ്യത്തടക്കം കിട്ടിയിട്ടുള്ളത്. 2 കാല് കിട്ടിയിട്ടുണ്ട്. ആൾക്കാർ ആ കാല് കിട്ടിയവൻ്റെ ബോഡി കിട്ടിയില്ല ഇതുവരെ. അപ്പോൾ എത്ര ആളുണ്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇവിടെ. ഓക്കെ, ഒന്നും വിളിച്ചിട്ട് എടുക്കാത്തതിന് തോന്നണ്ട. എനിക്ക് 4 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് വിട്ടതാണ് ഇന്നലെ. കളക്ടറേറ്റിൽ നിന്ന് കോൾ വന്നിട്ട് നമുക്ക് നമ്മുടെ സംഘത്തിനും. ഓക്കെ, അപ്പോൾ ഇവിടെ കാര്യങ്ങൾ കോർഡിനേഷൻ ചെയ്യണമെങ്കിൽ ആൾക്കാർ വേണം. അതുകൊണ്ടാണ് നമ്മുടെ ബ്ലോഗ് തുറന്നപ്പോൾ ഹായ് നമസ്കാരം, ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം എന്ന് പറയുന്നതാണ്. പക്ഷേ ഈ ഒരു കാഴ്ചയിൽ നമുക്കങ്ങനെ പറയാൻ കഴിയില്ല. വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച, നെഞ്ച് പൊട്ടിപ്പോകും കാഴ്ചകൾ. ഞാൻ വളരെ വേദനയോടെ കൂടിയാണ് ഞാൻ ഈ ബ്ലോഗ് ചെയ്ത് നിങ്ങളുടെ കരങ്ങളിലേക്ക് കാഴ്ച എത്തിക്കുന്നത്. മീഡിയകളിലൊന്നും ഇത് വന്നിട്ടില്ല. നമ്മുടെ രക്ഷാപ്രവർത്തകർ ഇട്ട് തന്ന വീഡിയോസാണ് നമ്മൾ നേരിട്ട് നിങ്ങളെ കാണിക്കുക.
അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇനി ഒരുപാട് ജീവനുകളുണ്ട്. അവരെല്ലാവരെയും രക്ഷപ്പെടുത്തണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യുക. അത് ചെയ്യാൻ പറ്റത്തില്ലാത്തവർ അടുത്തുള്ള മീഡിയ, മാതൃഭൂമി, മനോരമ അങ്ങനെയുള്ള അവരുടെ ഓഫീസുകളിൽ നിങ്ങളാവുന്ന എന്തെങ്കിലും ഒരു നല്ല സഹായം ചെയ്യണമെന്ന് ഞാൻ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ അങ്ങേ ഭാഗത്തു കൂടെയാണ് പുഴ പോണത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. അത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിൻ്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തല കുത്തനെ നിൽക്കുന്നത്. ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട്. ഇനി അടുത്ത പെരുമഴയാണ് വരാൻ പോകുന്നത്. എല്ലാവരും ജാഗ്രത പാലിക്കുക. അപകടമായി നിൽക്കുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തുള്ള ബന്ധു വീടുകളിലോ എല്ലായിടത്തും നിങ്ങൾ മാറേണ്ടതാണ്. അപ്പോൾ ശരി, എന്നാൽ കാഴ്ചകളൊക്കെ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആ വീടൊക്കെ ഫുള്ള് പൊളിഞ്ഞു പോയിട്ടല്ലോ. ഈ വീടൊക്കെ ഫുള്ള് മൂടിപ്പോയി.